ഹലോ കുട്ടീസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ആരാധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആരും എന്നോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇടുമെന്ന്, എന്നാലേ എനിക്ക് ഈ പുട്ടുന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ നമ്മുടെ പത്തിരീൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി മാറ്റാം. ഈ ഒരു മാവിൻ്റെ ഉരുള വലുപ്പം കൂടിപ്പോയി നമുക്ക് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വെള്ളം തിളച്ചോ നോക്കാം. നമ്മുടെ വെള്ളം ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉരുളകളാക്കിയിട്ടുള്ള ആ ഒരു മാവ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ഉരുളകളായിട്ട് നമ്മളതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഉരുളകളെല്ലാം നമ്മൾ ആ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, സാദാ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു പച്ചമുളക്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു തീരെ വെള്ളം ഇടാതെ നമുക്ക് ചമ്മന്തിയുടെ ഭാഗത്തിൽ അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു സവോള കട്ട് ചെയ്തെടുക്കാം. സവോള കുറച്ച് ചെറുതായിട്ട് വേണേ കട്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട വെന്തോ നോക്കാം. നമ്മുടെ കൊഴുക്കട്ട നല്ലോണം വെന്തിട്ടുണ്ട്. കാരണം ആ ഒരു ഇത് പൊന്തി കിടക്കുന്നുണ്ടല്ലേ ആ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ആ വെന്തോന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്കത് കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചൂട് പറക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇളം ചൂട് തന്നെ അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറു ചൂടിൽ കൊഴുക്കട്ട കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം എടുക്കണം. അതൊന്ന് അടുപ്പിൽ വെച്ച് നമ്മൾ തീ കത്തിച്ച് ഇനി അതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വന്ന് അതിലേക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഉഴുന്ന് പരിപ്പിൻ്റെ കാര്യം. അപ്പോൾ കുറച്ച് ഉഴുന്ന് ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഉണക്കമുളക്, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ സവോള, അതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുങ്ങനെ ഒന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ. അധികം ബ്രൗൺ കളർ ആവണ്ട. ചെറുങ്ങനെ ഒന്ന് കളറ് മാറി വന്നാൽ തന്നെ നമുക്കത് പാകമായി. ആ വെളിച്ചെണ്ണയും ഉഴുന്ന് പരിപ്പും ഇതെല്ലാം കൂടെ ആ മൂപ്പിക്കുമ്പോൾ ആ സ്മെല്ലില്ലേ, അപ്പം നമ്മളെ ആ ഒരു വറവ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. ആ ഒരു ചമ്മന്തി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ആ ഒരു നാളികേരത്തിൽ ആ വെള്ളമില്ലേ, നാളികേരത്തിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ വറവും ചമ്മന്തിയും കൂടെ നല്ല രീതിക്ക് തന്നെ അതൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ ചമ്മന്തിയും ആ വറവും ഒക്കെ നല്ല രീതിക്ക് തന്നെ യോജിച്ച് ആ നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കൊഴുക്കട്ട, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക വെച്ചാൽ നമ്മൾ കുറച്ച് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത സെറ്റ് കൊഴുക്കട്ട ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളെ കൊഴുക്കട്ടേൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ചമ്മന്തി എത്തൂല. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത് കൊഴുക്കട്ട ഇട്ട് കൊടുത്തു. നമ്മുടെ കൊഴുക്കട്ടകൾ മൊത്തം നമ്മളെ ചമ്മന്തിയിലിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നമ്മുടെ കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം.